എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ശബരിമല ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശം അത് കൊടും കാടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പ്രദേശം പൊതുവെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ചുറ്റുപാടുമുള്ള പ്രദേശത്തെ അയ്യപ്പൻ്റെ പൂങ്കാവനമെന്ന് വിളിക്കാറുണ്ട്. 1983 നിലയ്ക്കൽ പ്രശ്ന സമയത്താണ് അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നുള്ള ഒരു ആശയം ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പൊതുജനശ്രദ്ധ നേടുന്നത്. ഈ അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നത് സിംബോളിക്കാണ്. എന്നാൽ ഈ പ്രദേശം ആയി കരുതപ്പെടുന്ന വനപ്രദേശത്ത് ഉൾപ്പെടുന്ന 18 മലകളുണ്ട്. ആ 18 മലകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശബരിമലയിലെ 18 പടികൾ ശബരിമലയ്ക്ക് ചുറ്റുമുള്ള 18 മലകളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നൊരു വാദവും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ശബരിമല പൂങ്കാവനത്തിലെ 18 മലകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ശബരിമല ഉൾപ്പെടെയാണ് ഈ 18 മലകൾ എന്നോർക്കുക. രണ്ടാമത്തെ മല പൊന്നമ്പലമേട്, 3 മാതങ്കമല, 4 മയിലാടുംമേട്, 5 ശ്രീപാദമല, 6 ദേവർമല, 7 നിലയ്ക്കൽ മല, 8 തലപ്പാറമല, 9 നീലിമല, 10 കരിമല, 11 പുതുശ്ശേരിമല, 12 കാളക്കെട്ടിമല, 13 ഇഞ്ചിപ്പാറമല, 14 കൽക്കിമല, 15 ഗൗണ്ടൻമല, 16 നാഗമല, 17 സുന്ദരമല, 18 ചുറ്റമ്പലമേട്. 1983 നിലയ്ക്കൽ പ്രശ്ന സമയത്ത് പന്തളം രാജകുടുംബത്തിലെ പി കേരളവർമ്മ രാജയാണ് ഈ പൂങ്കാവനത്തിൻ്റെ വിസ്തൃതിയെ സംബന്ധിച്ചും അതിലെ മലകളെ സംബന്ധിച്ചും അതിൽ ഉൾക്കൊള്ളുന്ന നദികളെ സംബന്ധിച്ചുമുള്ള ഒരു മാപ്പിംഗ് നടത്തുന്നത്. ശബരിമല ക്ഷേത്രത്തിൻ്റെയും ചുറ്റുപാടുമുള്ള വനപ്രദേശത്തിൻ്റെയും ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായ ചരിത്രരേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഉടമസ്ഥാവകാശം നമുക്ക് കാണാൻ സാധിക്കുക പന്തളം കുടുംബത്തിൻ്റേതാണ്, പന്തളം രാജകുടുംബത്തിൻ്റേതാണ്. പിന്നീട് ഈ പന്തളം രാജകുടുംബം ശബരിമല ക്ഷേത്രത്തിലെ വരുമാനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ തിരുവിതാംകൂറിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പണയം വയ്ക്കുകയും അത് പന്തളം അടമാനം എന്നറിയപ്പെടുന്നു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ പന്തളത്തെ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അതോടെ തിരുവിതാംകൂർ രാജ്യത്തിന് കീഴിലാകുന്നു ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രവും ചുറ്റുമുള്ള വനപ്രദേശവും. പിന്നീട് അതേ സ്റ്റാറ്റസിൽ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതോടെ ഈ തിരുവിതാംകൂർ രാജ്യം എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ദേവസ്വം ബോർഡിന് കീഴിൽ ശബരിമല ക്ഷേത്രം തുടരുന്നു. വനപ്രദേശം കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലും ആകുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.